ഹായ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോഴോ അല്ലെങ്കിൽ എൻ്റെ ക്യാപ്ഷൻ ടൈറ്റിൽ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ വരുന്നതെന്നല്ലേ. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞത് എങ്ങനെ എൻ്റെ യൂട്യൂബ് ജേണി, അതായത് ഞാൻ എന്തുകൊണ്ട് യൂട്യൂബ് ജേണി തുടങ്ങാൻ ആ ഒരു ഇതിലേക്ക് വരാനൊരു റീസൺ എന്താണ്, എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. ഇതിലൊന്ന് വന്നിട്ട് എൻ്റെ ചിന്തകളും അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുക, അതൊരു നല്ല കാര്യം കേട്ടോ. അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തർക്കും പല അനുഭവങ്ങളുണ്ട്, ചിന്തകളൊക്കെ ഉണ്ടാവും. ഈ ചില ചിന്തകൾ, ചില സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം അവയെ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ പങ്കുവെക്കാൻ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് നമുക്കൊരു അങ്ങനെ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. പിന്നെന്ന് വെച്ചാൽ രണ്ടാമത് ഞാൻ എന്നും എൻ്റെ വീഡിയോസിൽ പറയാറുള്ള പോലെ ആത്മവിശ്വാസം വളർത്തുക. അതായത് നമുക്ക് എപ്പോഴും കോൺഫിഡൻസ് കൂട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നല്ലതാണ്. കാരണം നമ്മൾ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ജേണിയാണ്. അതായത് ഇതിലെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വീഡിയോ എടുക്കുന്നു, പിന്നെ എഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന പോലെ എത്രയോ യൂട്യൂബേഴ്സ് സംസാരിക്കുന്നു, അതുപോലെ ഞാനും സംസാരിക്കുന്നു. ഇതെല്ലാം പഠിക്കുന്നത് നമുക്കെന്ന് പറയുന്നത് ഒരു പുതിയ അനുഭവമാണ്. ഇതാണ് ഞാൻ യൂട്യൂബ് തുടങ്ങാൻ തീരുമാനിച്ച ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് കേട്ടോ. ഇനി വന്നിട്ട് ഇത് വലിയൊരു കാര്യമൊന്നും അല്ല എന്നറിയാം, പക്ഷെ എന്നാലും എൻ്റെ ഒരു ചെറിയൊരു ലോകം, എനിക്കത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ പറ്റുന്ന ഒരു വേദി കൂടിയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. എൻ്റെ യാത്രയോടൊപ്പം നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്